ഹല്ലേലൂയ. അന്ന് കോറെപ്പിസ്കോപ്പാച്ചനിലൂടെ ശ്രേഷ്ഠമായ ദൂതം നമുക്ക് ലഭിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ചതുപോലെ ദൈവമേ, ഞങ്ങൾക്കും അതുപോലൊരു സമർപ്പണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു സമർപ്പണം നടത്തുവാൻ ഞങ്ങൾക്കും ഇടയാകേണ്ടതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാരൻ മിനു ദമ്പതികളാണ്. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെയും കൂടെ അവർ ആഗ്രഹിക്കുന്നു. ദൈവഹിതമെങ്കിൽ അത് അവർക്കൊരു കുഞ്ഞിനെ കൂടെ ലഭിക്കാനായിട്ട് നമുക്ക് ദൈവം തമ്പുരാൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് വരെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്ത സകല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രം ദാനമായി തന്ന ആ മകന് നിത്യശാന്തി നൽകണമേ. ആ കുടുംബത്തെ തലമുറയായി അനുഗ്രഹിക്കണമേ. ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള സകല മക്കളെയും ഇവിടെ വന്ന് ആത്മീയമായും സാമ്പത്തികമായും വിവിധ നിലകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വന്ന ആചാര്യന്മാരെയും സകലരെയും കൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അഭിഷിക്തരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ദൈവമേ ഹല്ലേലൂയ തീ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസം 19, 20, 21 തീയതികളിൽ കുടുംബ നവീകരണ ധ്യാനം, ഓണാവധിക്കാല കുടുംബ നവീകരണ ധ്യാനമാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അറിവുള്ളതാണ് എങ്കിലും സിസ്റ്റർ ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കുടുംബമായിട്ട് നിങ്ങൾക്ക് ധ്യാനത്തിന് വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ധ്യാനത്തിൽ വന്ന് സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ യേശുനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും ധ്യാനകേന്ദ്രത്തിൽ ഉച്ചവരെ ധ്യാനമുള്ളതും അറിയാം. അതുപോലെ ശനിയാഴ്ച വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനമുണ്ട്. ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്തുന്ന ഗൂഗിൾ മീറ്റിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, ധ്യാനം എല്ലാ ദിവസവും 3 മുതൽ 4 വരെ ഗൂഗിൾ മീറ്റിൽ മധ്യസ്ഥ പ്രാർത്ഥന. എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവെ ഏറ്റെടുത്ത് നടത്തുവാൻ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും ധാരാളം മക്കൾ കടന്നു വന്ന ഹല്ലേലൂയ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ കർത്താവെ കരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം ധ്യാനത്തിൽ കടന്നു വന്ന ഒരു കുഞ്ഞ്, സംസാരിക്കാത്ത ഒരു കുഞ്ഞ്, പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കാനുള്ള കൃപ നൽകി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകം മക്കൾ ഇവിടെ കടന്നു വന്ന് ദുശീലകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മാരക രോഗത്തിൽ നിന്നെല്ലാം സൗഖ്യം പ്രാപിച്ചൊക്കെ കടന്നുപോയിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും ദൈവകരങ്ങളിൽ ദൈവത്തിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, ഓൺലൈനിലൂടെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സഭയുടെ ഏക ധ്യാനകേന്ദ്രമായ കീഴിലും സെൻറ്റ് തോമസ് റിട്രീറ്റ് സെൻറ്ററിൽ നിന്ന് നിങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും ആത്മീയ ശക്തിക്കും വേണ്ടി ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന തിരുവചനാഗ്നി എന്ന ആ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമുക്കറിയാം, ശുദ്ധിമതിയായ കന്യമർത്തമറിയ അമ്മയുടെ
ജന്മപ്പെരുന്നാളിനോട് ബന്ധപ്പെട്ട് വിശുദ്ധ 8 നോമ്പ് ആചരിക്കപ്പെടുന്ന ധന്യമായ ഒരു സന്ദർഭമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ജന്മപ്പെരുന്നാളുകൾ കൊണ്ടാടപ്പെടുന്നില്ല. ജന്മപ്പെരുന്നാൾ, യേശുവിൻ്റെ ജന്മപ്പെരുന്നാൾ മാത്രമാണ് പൂർവികന്മാർ സഭയുടെ കാനോനികമായി ക്രമീകരണങ്ങളുള്ളത്. എന്നാൽ കാലഘട്ടത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ആ അനുഭവതലത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ 8 നോമ്പ് ആചരിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാനുള്ള ഒരന്തരീക്ഷം വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. യാക്കോബായ സുറിയാനി സഭയുടെ അനേകം മാതാവിൻ്റെ നാമത്തിൽ പള്ളികളിൽ ഈ നോമ്പ് ആചരിച്ച് പ്രാർത്ഥിച്ച് വരുന്നു. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലമെന്നും ഇതെങ്ങനെ തുടങ്ങി, ഇതിൻ്റെ കാര്യങ്ങൾ എന്തെന്നും പഠിക്കാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് പല കാര്യങ്ങൾ വേദപുസ്തക വെളിച്ചത്തിലും പിതാക്കന്മാർ എഴുത്തിലൂടെയും മനസ്സിലായത്. ഒരു വിശ്വാസി എപ്പോഴെല്ലാം ഉപവസിച്ചു, എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം ദൈവം അവൻ്റെ അനുതാപത്തെയും സമർപ്പണത്തെയും കണക്കിട്ടുകൊണ്ട് അവനെ അനുഗ്രഹിക്കും. മാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളിനോട് ബന്ധപ്പെട്ട ശൂനോയോ നോമ്പിലാണെങ്കിലും വലിയ നോമ്പിലും മറ്റതുപോലുള്ള നോമ്പ് കാലങ്ങളിൽ, അതുപോലെ തന്നെ 8 നോമ്പിലും നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിൻ്റെ പ്രസാദവും അനർഗളമായ അനുഗ്രഹങ്ങളും ദൈവിക അനുഭവവും ലഭിക്കുന്നുണ്ട്. ഇത് പ്രചാരത്തിൽ വരാനുള്ളൊരു കാരണം മധ്യപൂർവ്വദേശത്ത് ബാഗ്ദാദിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് അവിടെ മുസ്ലിം ഇൻവേർഷൻ നടക്കുമ്പോൾ അവരെ ഒരുവിധം തീവ്രവാദികളായിട്ടുള്ള ആളുകളായിരുന്നു. ഖലീഫ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരി അക്കാലത്തെ പള്ളികൾ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അനേകം വിശ്വാസികളെ വധിക്കുകയും സ്ത്രീകളെ ബന്ധിച്ചു കൊണ്ടുപോവുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും സ്ത്രീകളെ താമസിപ്പിച്ച് അടിമകളാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അങ്ങനെ ഒരു ദൈവാലയവും പരിസരവും ആക്രമിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ വന്ദിനായ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ ഒട്ടനേകം ഭക്തിയുള്ള സ്ത്രീകൾ പള്ളിയിൽ കൂടി. അവർ 3 ദിവസം ഭക്തിയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 3-ാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന അനുഭവിച്ച് അവർ പുറത്തേക്ക് വരുമ്പോൾ ഒരു വാർത്ത, ആ ഖലീഫ മരിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ട് ഖലീഫയുടെ നേതൃത്വത്തിലുള്ളതായ മുസ്ലിം ഇൻവേഷൻ ഒരു പരിധിവരെയും അത് നേതൃത്വമില്ലാതെ ശിഥിലപ്പെട്ടു. അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്ത ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ സ്ത്രീകളെ പിടിച്ച് ബന്ധിച്ച് അടിമകളാക്കി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി വിനോദിച്ചിരുന്നതിൻ്റെ ഒരാൾ. അദ്ദേഹത്തിന് അധികാരമെല്ലാം പോയി. അദ്ദേഹം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നവരെ ദൈവം സംരക്ഷിച്ചു എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ദൈവമക്കൾ, അത് മാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥതയിലൂടെയാണ് നടന്നത് എന്ന് വിശ്വസിച്ചു. അത് കിഴക്കൻ സഭകളിലെല്ലാം ഒരു വലിയ വാർത്തയായി തീർന്നു. എന്നാൽ കേരളത്തിലെ സുറിയാനി സഭയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികൾക്ക് എന്താണ് ഇതുമായി ബന്ധം? കേരളത്തിലെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം. ടിപ്പു സുൽത്താൻ ഇതുപോലെ തന്നെ ക്രിസ്തീയ ദൈവാലയങ്ങൾ ആക്രമിച്ച് സ്ത്രീകളെ പിടിച്ച് ബന്ധിച്ച് മാനഭംഗപ്പെടുത്തി വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അതുപോലെ തന്നെ അനേകം വിശ്വാസികളായ സ്ത്രീകൾ അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതകരമായി ദൈവം അതിൽ ഇടപെട്ടു. ടിപ്പു സുൽത്താൻ മുന്നേറാൻ പറ്റാത്ത കാലാവസ്ഥയുണ്ടായി. അയാൾ പിന്മാറി, അയാൾ പോയി. അപ്പോൾ വിശ്വാസിനികളായ ദൈവമക്കളുടെ മനസ്സിൽ അവരുടെ പ്രാർത്ഥനയും കാത്തിരിപ്പും നിമിത്തമാണ് ഇതെല്ലാം ഈ ദൈവീക അനുഗ്രഹം കാവൽ സൂക്ഷിപ്പോൾ ലഭിച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ട് മധ്യപൂർവ്വദേശത്ത് അന്ന് ചെയ്തതുപോലെ ഈ മലങ്കരയിലെയും സഭാമക്കൾ സഹോദരിമാരെ ഒത്തുചേർന്ന്
പ്രത്യേകം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമ്പെട്ടു. ഇതുപോലുള്ളതായി തിക്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരെ മാതാവിൻ്റെ ജന്മപ്പെരുന്നാളിനുള്ളതായ ബന്ധത്തിൽ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് ലോകത്തിൽ ദൈവത്തിന് സമാധാനം നിലനിൽക്കാൻ, രാജ്യം സമാധാനത്തിന് സ്വസ്ഥതയിലുമാകാൻ, സംസ്ഥാനം നല്ല രീതിയിൽ നയിക്കപ്പെടാൻ, ഭരിക്കപ്പെടാൻ, അനുഗ്രഹീതമാകാൻ, സഭയും സഭയുടെ മക്കളും സുരക്ഷിതരായിപ്പാൻ, സഭാമക്കൾക്ക് സുരക്ഷിതത്വവും ദൈവിക സമാധാനവും നിലനിന്ന് പോകാൻ വിശുദ്ധ 8 നോമ്പ് ആചരിക്കുകയും അനുവർത്തിക്കപ്പെടുകയും ഇന്ന് അത് പല പള്ളികളിലും നിറവേറ്റപ്പെടുകയും ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ 8 നോമ്പ് നമ്മുടെ ദൈവാലയങ്ങളിൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളതായ അവരുടെ മനസ്സിൽ ആത്മാവ് തോന്നിച്ചിട്ടുള്ള പ്രേരിപ്പിച്ചിട്ടുള്ളതുപോലെ ദൈവാലയങ്ങളിൽ ഈ ശുശ്രൂഷകൾ നടന്നു വരുന്നത്. അന്ന് രാവിലെ വിശുദ്ധ കുർബാന, വചനധ്യാനം, സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥന, വചനധ്യാനം, ഇങ്ങനെയെല്ലാം ക്രമീകരിക്കപ്പെട്ട് ദിവ്യമായി ഭയഭക്തിയോടെ വിശുദ്ധിയോടെ നടത്തപ്പെടുന്ന 8 നോമ്പിൻ്റെ എല്ലാ ശുശ്രൂഷകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങൾക്കും അത് അനുഗ്രഹവും കൃപയ്ക്കും മുഖാന്തരമായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു വചനഭാഗം ഇതുള്ള ബന്ധത്തിൽ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ച് അച്ഛൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മാതാവിൻ്റെ പെരുന്നാൾ എന്നുള്ള രീതിയിലാണ് ഈ തിരുവചനാഗ്നി എന്ന ഈ ഭാഗത്ത് ഈ വചനം വായിച്ച് ധ്യാനിക്കുന്നത്. മഹത്തുള്ള യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 5-ാം വാക്യത്തിൽ അവിടെ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവനാൽ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചന ഭാഗമാണ് അത്. യെശയ്യാ പ്രവചനത്തിലൂടെ വീണ്ടും നമ്മൾ പോകുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു അടയാളം തന്നിരിക്കുന്നു. എന്താണ്? നിങ്ങൾക്ക് അടയാളം തരും, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. 9-ന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ ശിശുവിന് കൂടുതൽ വെളിപാടുകൾ ഉണ്ടാകുകയാണ്. ആ ശിശുവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാദീവമാണ്, അവൻ നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. യേശു, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച്, കർത്താവിൻ്റെ മനുഷ്യാവതാര വേലകളെക്കുറിച്ച്, അവസാനം ശുശ്രൂഷ പര്യവസാനിക്കുമ്പോൾ അവന് തിരുബലിയെക്കുറിച്ച് 53-ാം അധ്യായം എല്ലാം പ്രവാചകന് ദർശനങ്ങൾ, വെളിപാടുകളുണ്ടായി. അങ്ങനെ മശിഹായുടെ തിരുജനനവും വ്യാപാരങ്ങളും മശിഹായുടെ കാലപ്രയാഗത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദർശനം ലഭിച്ച പ്രവാചകൻ അതെല്ലാം അതുപോലെ കുറിച്ചു വച്ചു, രേഖപ്പെടുത്തി. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം നമ്മൾ സന്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. ഈ പോയിൻ്റുകളെല്ലാം ഒത്തിരി സമയമെടുത്ത് നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുമായിട്ടുള്ള കാര്യമാണ്. അവനെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശു അവൻ വീരനാം ദൈവമാണ്. ദൈവമാണ് വീരനാ ദൈവം. ദൈവത്തിൻ്റെ മഹത്വം. യേശു ദൈവമാണോ? ഈ ദിവസങ്ങളിൽ മീഡിയാസിലൂടെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ, യൂട്യൂബിലൊക്കെ ഒത്തിരി ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയിലും സംവാദങ്ങളിലും ചിലർ സംശയിക്കുന്ന ഒന്ന്, യേശു ദൈവത്വമുണ്ടോ എന്നാണ്. യേശു ദൈവമാണോ? ദൈവത്വമുണ്ടോ? മുസ്ലിം സഹോദരങ്ങൾ യേശുവിനെ പ്രവാചകനായിട്ടേ കാണുന്നുള്ളൂ. ലോക രാഷ്ട്ര മഹാന്മാർ അവർ യേശുവിനെ മഹാനായിട്ടും ഒരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന സോഷ്യൽ വർക്കറായിട്ടൊക്കെയാണ് കാണുന്നത്.
യേശുവിനെ നല്ലവനായിട്ടും ഒരു റിഫോമറായിട്ടും പ്രവാചകനായിട്ടും എല്ലാം കാണുന്നവരുടെ കൂട്ടത്തിലാണ് അനേകരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു വാസ്തവമായി ദൈവമാണ്. സത്യവേദപുസ്തകത്തിൻ്റെ ശബ്ദം വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, വേദപുസ്തകം നമ്മൾ സംസാരിക്കുന്നത് ഇവൻ ദൈവപുത്രനായ ക്രിസ്തു എന്നാണ്. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ദൈവവചനം വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ഇതാ യേശുവാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആദിയിൽ വചനമായിരുന്ന ദൈവത്തോടു കൂടിയായിരുന്ന വചനം മാംസമെടുത്ത് ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നതാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന സത്യവേദ പുസ്തകം വളരെ വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരിലെ ഫിലിപ്പോസ് ഒരു ദിവസം യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്നാൽ മതി. അതൊരു വലിയൊരു ആഗ്രഹമാണ്. യേശു പിതാവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫിലിപ്പോസിൻ്റെ മനസ്സിലൊരു കൊച്ചാഗ്രഹം, ഈ യേശു, ഈ ഗുരുസ്ഥാനി ഗുരു പറയുന്ന പിതാവ് അവനെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, സർവ്വ ലോകത്തിനും വേണ്ടി ആ സത്യം യേശു വെളിപ്പെടുത്തി. യേശു എന്താ പറഞ്ഞത്? ഫിലിപ്പോസേ, ഇത്രയും കാലം നീ എൻ്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് ഇനഫ്. ധാരാളമായി. യേശുവിനെ കണ്ടവരെ, യേശുവിനെ അനുഭവിക്കുന്നവർ വാസ്തവമായി പിതാവിനെയാണ് കാണുന്നത്, പിതാവിനെയാണ് അനുഭവിക്കുന്നത്. യേശു ഉള്ളിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പിതാവും പുത്രനും വ്യാപരിക്കുന്നുണ്ട്. പിതാവ് ഉള്ളിടത്ത് യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ട്രിനിറ്റിയുടെ പരിശുദ്ധത്വത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ട, അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനായ പൂർണ്ണ ദൈവമായ യേശു, അവൻ വാസ്തവമായി ദൈവപുത്രനായ അല്ലെങ്കിൽ ദൈവമാകുന്ന ക്രിസ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സുതാര്യമായി അത് വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ മുഴുവൻ മഹത്വവും ആൾ രൂപത്തിൽ നമുക്ക് വെളിപ്പെട്ടവനാണ് യേശു എന്ന്. ഫിലിപ്പിയർ 2 അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചു നോക്കൂ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിനുള്ളതായി സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരാൻ തക്കവണ്ണം ആ ദൈവം പുത്രൻ സ്വർഗീയമായ ഔന്നിത്യം വിട്ട് മനുഷ്യൻ്റെ ഇടയിലേക്ക് മനുഷ്യനെ പോലെ വിശുദ്ധ കന്യയിലൂടെ ലോകത്തിറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ആ കന്യയാണ് ശുദ്ധിമതിയായ അമ്മ. മാത്രമല്ല, എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു പറയുന്നു, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. കന്യമറിയാം പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അവളുടെ വന്ദന വചനങ്ങളിലാണ് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അതുകൊണ്ട് വേദപുസ്തകം വിശ്വസിക്കുന്ന, അനുഭവിക്കുന്ന, അതിൻ്റെ ശബ്ദത്തെ ധ്യാനിക്കുന്ന എല്ലാ മക്കൾക്കും ഒന്നേ പറയാനുള്ളൂ, വചനം ജഡമായി തീർന്ന ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. പ്രിയപ്പെട്ട, വീരനാം ദൈവം, ഞാൻ ഓർക്കുകയാണ്, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കന്യമറിയാം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. അവൾ ഗർഭധാരണം നടന്ന സന്ദർഭം മുതൽ
ഈ സമയം വരെയുമുള്ള കാര്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കറിയാം തൻ്റെ ഉദരത്തിൽ ആരാണ് പിറന്നിട്ടുള്ളത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അവനെ പെറ്റു. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും യാതനയുടെയും വലിയ ഒരു തിക്താനുഭവങ്ങളിലൂടെ അവൾ നടന്നു നീങ്ങി. അവനെ പാലൂട്ടുമ്പോഴും അവനെ നെഞ്ചോട് അടക്കിപ്പിടിക്കുമ്പോഴും വളർത്തിയെടുക്കുമ്പോഴും അമ്മ ഉള്ളിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു, ഇവൻ ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു. മാലാഖ പ്രവചിച്ച വചനം പോലെ, ഏറ്റുപറഞ്ഞ പ്രാർത്ഥന പോലെ അവൾക്ക് സംഭവിച്ചു. ഇതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കനാവിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ മധ്യസ്ഥത. അമ്മയ്ക്കറിയാം ഇവൻ സാധാരണ മനുഷ്യനോ മനുഷ്യക്കുട്ടിയോ ഒന്നുമല്ല, ഇവൻ ദൈവപുത്രനാണെന്ന്. ഇവന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുക എന്ന് പറയുന്നു. തൻ്റെ മനുഷ്യാവതാര വേലയുടെ ആരംഭങ്ങളുടെ അടയാളമായി വെറും പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കിക്കൊണ്ട് അവൻ ശുശ്രൂഷ ആരംഭിച്ചു. നമ്മുടെ പിതാക്കന്മാരെ വിശുദ്ധ വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ ആ ഞായറാഴ്ച അതിന് പേര് കൊടുത്തിട്ടുണ്ട്, പേത്രത്തോ ഞായറാഴ്ച. പേത്രത്തോ എന്ന് പറയുന്നത് സുറിയാനി വാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ തിരിഞ്ഞു നോക്കുക എന്നാണെന്നാണ്. അനുതാപത്തോടെ തിരിഞ്ഞു നോക്കുക. അപ്പോൾ അനുതാപത്തോടൊരു വിശ്വാസി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തക്കവണ്ണമുള്ള ഓരോ വാക്കുകൾ പോലും പറഞ്ഞാണ് സഭയുടെ നോമ്പ് ആരംഭിക്കുന്നത്. അങ്ങനെ അത്ഭുതങ്ങളുടെ അടയാളമായി കനാവിലെ കല്യാണ വീട്ടിൽ ഈ പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുന്നത് പോലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മനുഷ്യാവതാര വേല ആരംഭിക്കുകയാണ്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അങ്ങനെ 3.5 വർഷക്കാലം യേശു ഭൂമുഖത്ത് വ്യാപരിച്ച, പറഞ്ഞ, പ്രവർത്തിച്ച തൻ്റെ എല്ലാ ശുശ്രൂഷകളിലും അവൻ്റെ ദൈവത്വം ഉയർന്നു നിൽക്കുകയാണ്. അവൻ ദൈവപുത്രനാണ്. ലോകമുള്ള കാലത്തോളം സംശയിക്കാൻ കഴിയാത്ത, ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ദൈവപുത്രൻ്റെ മഹത്വവും ശക്തിയും ബലവുമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പാപികളെ അവൻ പരിശുദ്ധനാക്കി തീർക്കുന്നു. അവന് ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒട്ടനേകം കൊട്ടേഷൻസ്, ഉദ്ധരണികളുണ്ട്. ഇപ്പോൾ നമുക്കത് പറയാൻ എളുപ്പമല്ല. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നു തുടങ്ങുകയാണ്. കഫർന്നഹൂമിൽ വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. യേശു എവിടെയുണ്ടോ അതെല്ലാം ശ്രുതിപ്പെട്ടിരിക്കും. യേശു വസിക്കുന്ന വ്യക്തി, കുടുംബം, അതെല്ലാം പ്രസിദ്ധമായിരിക്കും. യേശു ഉള്ളിടെല്ലാം പ്രസിദ്ധമായിരിക്കും. പത്രോസിൻ്റെ അമ്മാവിയമ്മ അല്ലെങ്കിൽ പത്രോസിൻ്റെ ഭാര്യ വീടാണെന്നാണ് പറയപ്പെടുന്നത്. യേശു പലപ്പോഴും പോകാറുണ്ട്. യേശു ഒരു വടുന്ന് നോക്കി ആൾക്കാരിങ്ങനെ അന്വേഷിച്ചിരിക്കുകയാണ്. ഇന്നതുപോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നുമില്ല. വാമൊഴിയായിട്ട് ആളുകളിങ്ങനെ പറയുകയാണ്. പറഞ്ഞറിഞ്ഞ ആളുകളെല്ലാം വന്നുകൂടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സുനിശ്ചിതമായ സുപരിചിതമായ ഒരു വേദഭാഗത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്? യേശു ആ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുകയാണ്. ആ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുമ്പോൾ യേശു പറയുന്നത്, ഞാൻ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് പ്രീശന്മാർ സദൂക്യർ പറയുന്നു, ദൈവത്തിന് മാത്രമല്ലേ പാവം മോചിക്കാൻ അധികാരമുള്ളൂ, ഇവൻ എന്ത് അധികാരമാണ്? ഇവന് മറിയത്തിൻ്റെ യോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അല്ല, ഇവൻ ദൈവപുത്രനാണ്. ഇവൻ പൂർണ്ണ ദൈവമാണ്. പാപത്തെ മോചിക്കാനും അധികാരമുണ്ട്. അത് യേശു വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ പാപത്തെ മോചിച്ചുകൊണ്ട്. അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, പാപത്തെ മോചിക്കാൻ അധികാരമുള്ള ദൈവപുത്രൻ, അവൻ വീരനാം ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരുടെയും പാവങ്ങളെ മോചിക്കാൻ കഴിയുന്ന യേശു പാവവാഹകനായി ഗോകുൽത്തായിലേക്ക് നടന്നുപോയി. കാലുകളുടെ ഉന്നതകളിന്മേൽ 3 കാര്യന്മാണികളിന്മേൽ അവൻ ബലിയായി അർപ്പിക്കപ്പെട്ടു. അവൻ്റെ പരിശുദ്ധമായ രക്തം ധാരധാരയായി ഈ പാവപരിഹാരത്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി ക്രൂശിലൂടെ ഒഴുകുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും ശുദ്ധീകരിക്കുന്നു. അവിടെ എല്ലാ ദൈവമക്കളുടെയും വിശ്വാസികളുടെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിയന്തര ആവശ്യം യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, പാവമോചനമാണ്. അതുകൊണ്ട് ഈ നോമ്പാചരിക്കുമ്പോൾ
ഒരു സത്യകുമ്പസാരത്തിന് വിധേയപ്പെടുക. ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ തിന്മയും തെറ്റുകളും കുറ്റങ്ങളും സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഏറ്റുപറഞ്ഞ് സത്യകുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ ദിവ്യമായ ശരീരവും രക്തവും അനുഭവിക്കുമ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ലോകത്താരും പറയാത്തൊരു ദിവ്യമായ വാഗ്ദത്തം, ഞാൻ അവനിലും അവനിലും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. യേശു നമ്മിൽ വസിക്കുമെന്ന ഉറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനില്ല. ആരവന് മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നുവോ അവൻ യേശുവിലും യേശു അവനിലുമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ സമാപ്തിയിലെത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇവൻ വീരനാം ദൈവമാണ്. അന്ന് അവനിങ്ങ് വരുമ്പോൾ ആ സ്ഥലത്ത് ലേവി എന്ന പേരുള്ള ഒരു മനുഷ്യൻ നിന്ന് ചുങ്കം പിരിക്കുകയാണ്. ആ ലേവിയെ കണ്ട മാത്രയിൽ യേശുവിന് മനസ്സിലായി, അവൻ അബ്രഹാമിൻ്റെ മകനായ ലേവി. യേശു അവനെ കണ്ട് അവൻ്റെ സമീപത്ത് ചെന്നു, അവനോട് സംസാരിച്ചു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞു. അവനറിയാമായിരുന്നു കൈസറിന് കരം പിരിക്കുന്ന യഹൂദ മര്യാദയനുസരിച്ച് തെറ്റാണ്, ശരിയല്ല. അങ്ങനെ പാരമ്പര്യങ്ങൾക്കും യഹൂദ നിഷ്ഠകൾക്കും എതിരായി നിന്ന് ഒരു ഉപജീവന മാർഗം തേടിയിരിക്കുന്ന ലേവി യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവനെ പിന്തുടരാൻ തീരുമാനിച്ചു. അവൻ ആ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് യേശുവിൻ്റെ പുറകെ പോയി. വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ യേശുവിനെ ഒരു വീട്ടിൽ കൈക്കൊണ്ടു. അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം അത്യുത്സാഹത്തോടെ യേശുവിനെ സ്വീകരിച്ചു. അവൻ തീരുമാനിച്ചു, ഈ യേശുവിനെ സ്വീകരിക്കുന്നത് വെറും ഒരു സ്വീകരണമാകണ്ട, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം വന്നിട്ട് ഒരു ഉത്സവം പോലെ ഒരു സദ്യ ഒരുക്കി. ആ സദ്യയിലെ ആഘോഷത്തിൻ്റെ നടുവിൽ യേശുവിനെ കാണുകയാണ്. അങ്ങനെ ലേവിയുടെ പേര് യേശു മാറ്റി മത്തായി എന്നാക്കി. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ ലേവി എന്നല്ല, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എന്നാണ്. വെറും ലേവി ചുങ്കക്കാരനെ വിശുദ്ധ മത്തായിയാക്കി മാറ്റിയ യേശു വാസ്തവമായി വീരനാം ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പരിവർത്തനങ്ങൾ തരാൻ ഒരുവനെ കഴിയുള്ളൂ. നമ്മുടെ പാവവും ബലഹീനതയും നമുക്ക് വേണ്ടി കാലുവറിൽ പേറി നമുക്കും ദൈവത്തിനുമിടയിൽ ഏകമധ്യസ്ഥനായി തീർന്ന യേശു, അവൻ വീരനാം ദൈവമാണ്. അവൻ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കന്യമറിയാമ്മ ക്രൂശിനെ നോക്കിയിരുന്ന് കരഞ്ഞു, മാറത്തടിച്ച് കരഞ്ഞു. പക്ഷേ അന്ന് അവൾ സന്ധ്യയ്ക്ക് കിടന്നുറങ്ങിയത് അതീവ ദുഃഖത്തോടെ ആയിരുന്നേക്കാം. പക്ഷെ 3-ാം ദിവസം ഞായറാഴ്ച രാവിലെ തൻ്റെ മകൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട് അത്യധികം സന്തോഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ക്രൂശിനോടുള്ള ബന്ധം, നമ്മുടെ പാപഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് ഏറ്റുപറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പഞ്ചമുറിവുകൾ ദർശിച്ചുകൊണ്ട്, അവൻ്റെ കാൽപാദങ്ങൾ ചുംബിച്ചുകൊണ്ട്, അവൻ്റെ മുഖത്തേക്ക് നോക്കി ദാവീദ് പുത്ര കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു അത് കണ്ട് നിന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ടേ പോയുള്ളൂ. മറ്റേ പോയിൻസൊക്കെ ഞാൻ വിടുകയാണ്. അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അതെല്ലാം നമുക്ക് പിന്നീട് സമയം പോലെ ചിന്തിക്കാം. അനുഗ്രഹിക്കട്ടെ ദൈവമക്കളെ. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഈ വിശുദ്ധ 8 നോമ്പിൻ്റെ ആചരണത്തിലൂടെ, ഈ പ്രാർത്ഥനയിൽ ഉപവാസത്തിലൂടെ സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവപുത്രനായ യേശു, വാസ്തവമായ ദൈവപുത്രനായ യേശു, ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രം എഴുതപ്പെട്ടിരിക്കുന്ന യേശു, അവൻ്റെ കാലിന്മേലും തുടമേലും എല്ലാം ദൈവപുത്രനെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന യേശു, നിശ്ചയമായും ആ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കൃപ നമ്മുടെ മേൽ, നമ്മുടെ ഭവനങ്ങളുണ്ടാകട്ടെ. ഈ നോമ്പ് നമുക്കെല്ലാവർക്കും, ഈ നോമ്പാചരണവും പ്രാർത്ഥനയും പ്രത്യേകം ദൈവികമായ ബലവും ശക്തിയും വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ. ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക്, സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക്, ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക്, ക്രൂശിൻ സാക്ഷിയായി തീർന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നാം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുവേ, നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെപ്പറ്റി അമ്മയുടെ പെരുന്നാളിൻ്റെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും സത്യാനുതാപത്തോടെ നിൻ്റെ സമ്മിൽ വരുവാനും, കർത്താവേ, പാവമോചനം പ്രാപിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിലൂടെ
നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കൂട്ടായ്മയിലുള്ളവരെ ഞാൻ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഈ വചനം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.